ഹരിദ്വാറിലൊരു കുംഭമേളക്കാലത്ത് കണ്ടുമുട്ടിയ പൂർവാശ്രമത്തിൽ മലയാളി തിരുവല്ലക്കാരനായിരുന്നൊരു നാഗസന്യാസിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം പകർന്നൊരു അറിവും പറഞ്ഞിരുന്നു. തിരുവല്ല ഒരു ക്ഷേത്രത്തിലാണ് 365 ദിവസം കേരളത്തിൽ കഥകളി അരങ്ങേറുന്നത്. അതൊരറിവായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായി ചിലവഴിച്ച കുറേ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം പകർന്ന അറിവിൻ്റെ വലിയൊരു സംഭരണി തന്നെ ഉണ്ടായിരുന്നു എനിക്ക്. അതിൽ വളരെ പ്രസക്തങ്ങളായ അറിവുകൾ പ്രമുഖമായ ഒന്നുകൂടെ ഞാൻ പറയാം. അദ്ദേഹം എന്നോട് ഉപനിഷത്ത് കാലം മുതൽ ഭാരതീയ സംസ്കൃതിയുടെ ജീവന രീതിക്ക് ഉപോത്ബലകമായ ഒരു സാരോപദേശമുണ്ട്, അത് പറയാൻ പറഞ്ഞു. അദ്ദേഹം ആദ്യത്തെ വരി പറഞ്ഞു, മാതൃദേവോ ഭവ. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ലായിരുന്നു. അദ്ദേഹം അത് പൂർണ്ണമായിട്ട് പറഞ്ഞു. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആദിത്യദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അർത്ഥം എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു പ്രഹേളിക പൂരിപ്പിക്കുന്ന ഗൗരവത്തോടുകൂടി അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു. നമുക്ക് 5 സ്ട്രെയിറ്റ് മീനിങ്സ് ആണല്ലോ. അമ്മ ജന്മം തരുന്ന അമ്മയാണ് ആദ്യത്തെ ദൈവതുല്യ. പിന്നെ ജന്മകാരകനായ അച്ഛൻ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ തേജസ്സും ഊഷ്മാവും ഊർജവും തരുന്ന, വെളിച്ചവും തരുന്ന സൂര്യൻ, അതാണ് ദൈവതുല്യൻ. പിന്നെ ഈ അറിവുകൾ നമുക്ക് പകർന്നു തരുന്ന, ഇത്തരം അറിവുകൾ നമുക്ക് പകർന്ന് നമ്മൾ ഉത്ബോധിപ്പിക്കുന്ന, പ്രബോധരാക്കുന്ന അധ്യാപകൻ, ആചാര്യനാണ് പിന്നെ ദൈവതുല്യൻ. 5ാമത്തെ അതിഥിയാണ്. അതിഥി ദൈവമാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ 4 ശരിയാണ്, സ്ട്രെയിറ്റ് മീനിങ്സ് ആണ്. പക്ഷേ 5ാമത്തത് അതിഥി ദേവോ ഭവ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ആംബിഗ്വസ് മീനിങ് ആണ് അതിനുള്ളത്. കുറച്ച് അന്തർലീനമായ അർത്ഥമുണ്ട് അതിന്. അത് ഇപ്പം നമ്മുടെയൊക്കെ ആതിഥ്യ മര്യാദയുടെ അതിഥി സൽക്കാരത്തിൻ്റെ മകുടോദാഹരണങ്ങളെ നിൽക്കുന്നത് അക്ഷയപാത്രത്തിൽ അവസാനത്തെ എച്ചിൽ ചീര എടുത്ത് കഴിച്ച് ദുർവാസാവ് എന്ന് പറയുന്ന അതിഥിയെ, ഗോപിഷ്ഠനായ അതിഥിയെ സംതൃപ്തനാക്കി ദ്രൗപദി രക്ഷിച്ച കൃഷ്ണൻ പ്രായപൂർത്തിയായ സ്വന്തം മകളെ മഹർഷിയുടെ പരിചരണത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്ത കുന്തിഭോജൻ അതിഥിയായി വന്ന് സ്വയം അതിഥിക്ക് മുമ്പിൽ സ്വയം ചവിട്ടിത്താഴ്ത്തപ്പെടാൻ, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടാൻ നിന്നുകൊടുത്ത മഹാബലി. ഈ മൂന്നുമൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ അതിഥി സൽക്കാരത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അതിഥി എന്ന് പറയുന്ന ആ ഒരു സംഗതി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന, നിങ്ങളുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരനായി വരുന്ന വ്യക്തിയോ ആളുകളോ അല്ല. ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് അതിഥി എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിന്, അതിഥി എന്ന് പറയുന്ന ആ ഒരു സംജ്ഞയ്ക്ക് ബൃഹത്തായ അർത്ഥമാണുള്ളത്. അദ്ദേഹം പറയുന്നത്, അതിഥി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന മുക്തങ്ങളും തിക്തങ്ങളുമായ എല്ലാ അനുഭവങ്ങളും, നിങ്ങളുടെ സമ്പന്നതകൾ, നിങ്ങളുടെ സമ്പുഷ്ടതകൾ, നിങ്ങളുടെ ഭാഗ്യങ്ങൾ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ ദുരന്തങ്ങൾ, നിങ്ങളുടെ വ്യാകുലതകൾ, നിങ്ങളുടെ ദുരവസ്ഥകൾ, ഇതൊക്കെ തന്നെയും അതിഥികളാണെന്ന് മനസ്സിലാക്കണം. 2 അതിഥികളാണ്. ഇവയൊന്നും സ്ഥിരമായി നിങ്ങളുടെ കൂടെ നിൽക്കാൻ വന്നവരല്ല. നിങ്ങളുടെ സമ്പന്നതയും നിങ്ങളുടെ ആകുലതയും രണ്ടും നിങ്ങളുടെ കൂടെ സ്ഥിരമായി നിൽക്കാൻ വന്നതല്ല, പക്ഷെ നിങ്ങളുടെ അതിഥികളാണ്. ഈ 2 പേരോടും 2 തരത്തിലുള്ള അനുഭവങ്ങളോടും സമമായ ഒരു മനോഭാവത്തോടെ അവർ അതിഥികളാണെന്ന് മനസ്സിലാക്കി, യാതൊരു എതിർപ്പുമില്ലാതെ, യാതൊരു അസന്തുഷ്ടിയും പ്രകടിപ്പിക്കാതെ, യാതൊരു ക്രോധാവേശങ്ങളും കാണിക്കാതെ സമചിത്തതയോടുകൂടി വേണം ഈ അതിഥികളെ സ്വീകരിക്കാനും അവയെ സൽക്കരിക്കാനും പരിചരിക്കാനും, ക്ഷമാപൂർവ്വം അവർക്ക് വേണ്ടി കാത്തു നിൽക്കാനും. അതുപോലെ തന്നെ സന്തോഷങ്ങളാവുമ്പോഴും അമിതമായി ആഹ്ലാദിക്കാതെ, അമിതമായി കുട്ടിഘോഷിക്കാതെ, അതും അതിഥികളാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സമചിത്തത മനസ്സിലുണ്ടാവണം. അപ്പോൾ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആ ഒരൊറ്റ വരിക്ക് മറ്റ് 4 വരികൾക്കുമില്ലാത്ത ബൃഹത്തായ ഒരു അർത്ഥമുണ്ട്, ഒരു അർത്ഥതലമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപരതണ്ടായിപ്പോയി. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു തിരിച്ചറിവ് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത് അത് പ്രസക്തമാണ്. അതിഥി ദേവോ ഭവ.